എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. കരിക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഗ്ലാസ് പുഡിംഗ് റെസിപ്പിയാണ്. എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു 3-4 ചേരുവ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കരിക്ക് പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി 2.25 കപ്പ് കരിക്ക് വെള്ളമാണ് ആവശ്യമുള്ളത്. ഏകദേശം ഒരു 2 കരിക്കിൻ്റെ വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിനാണ്. 2-ൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. ഇത് ഷോപ്സിൽ ഇതേപോലെ 10 ഗ്രാംസ് ആയിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തി വെക്കലാണ്. ഒരു ബൗളിലേക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിടാൻ പറ്റും. ഇതിലേക്ക് 1/4 കപ്പ് കരിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തി വയ്ക്കുക. അതിന് ശേഷമാണ് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. കരിക്ക് വെള്ളത്തിൽ തന്നെ കുതിർത്തി വയ്ക്കുന്നതാണ് നല്ലത്. സാധാരണ പച്ചവെള്ളത്തിൽ കുതിർത്തി വെച്ചാലും കുഴപ്പമില്ല. പത്ത് 15 മിനിറ്റ് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തി വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് 2 പാനിൽ ഒരേ സമയം ചൈന ഗ്രാസും കരിക്ക് വെള്ളവും ചൂടാക്കുക എന്നുള്ളതാണ്. കുതിർന്ന് വന്ന ചൈന ഗ്രാസ് ഒരു സോസ് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. തീ ഓൺ ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റായി വരേണ്ടത്. ഇതേ സമയം തന്നെ അടുത്ത ഒരു സോസ് പാനിൽ കരിക്ക് വെള്ളത്തിൽ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. രണ്ടും ഒരേ സമയം തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ രണ്ടിനും 2 ചൂടായി പോവും. നമ്മൾ ഒഴിക്കുന്ന സമയത്ത് രണ്ടും തമ്മിൽ മിക്സ് ആവണം എന്നുണ്ടെങ്കിൽ ഒരേപോലെ ചൂടായിട്ട് തന്നെ അത് വരണം. അതുകൊണ്ടാണ് രണ്ടും ഒരേ സമയം തന്നെ മെൽറ്റ് ചെയ്യാൻ പറയുന്നത്. അടുത്തൊരു സോസ് പാനിലേക്ക് 2 കപ്പ് കരിക്കിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ടെൻഡർ കോക്കനട്ട് വാട്ടറാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പഞ്ചസാര ചേർക്കാതെയും ഈ പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഒന്നങ്ങ് മെൽറ്റായി കരിക്ക് വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റിൽ തന്നെ ചൈന ഗ്രാസ് ഇതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് മെൽറ്റായി വരുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോകാൻ പാടില്ല. ചൂടായ കരിക്കും പഞ്ചസാര മിക്സിലേക്ക് ഈ ഒരു മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടിനും ഒരേപോലെ ചൂട് കീപ്പ് ചെയ്യുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പുഡിങ് സെറ്റ് ചെയ്യാൻ ഒരു ട്രേ എടുക്കാം. ഏതെങ്കിലും ഒരു പാത്രത്തിൽ എടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ ബൗളിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കരിക്കിൻ്റെ കഴമ്പ് ചെറുതായി ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിലൊരു കരിക്കിൻ്റെ കഴമ്പ് കൂടി കടിക്കാൻ കിട്ടുമ്പോൾ. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ്, കരിക്ക് വെള്ളം, പഞ്ചസാര മിക്സ് ചൂടോടെ തന്നെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. കാരണം ചൈന ഗ്രാസിൻ്റെ ചെറിയ ചെറിയ പാർട്സ് എല്ലാം അതിൻ്റെ മുകളിലുണ്ടാവും. അത് ഈ ഒരു പുഡിങ്ങിലേക്ക് വന്നാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് അരിച്ച് തന്നെ കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇതിന് ചൂടുണ്ടാവും. കുറച്ച് നേരം പുറത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ചൂടാറി ഇത് സെറ്റായി തന്നെ വന്നിട്ടുണ്ടാവും. ഏകദേശം ഒരു അരമണിക്കൂറിൽ ഇതിൻ്റെ ചൂടൊക്കെ ആറി നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുള്ള പുഡിങ്ങാണ്. നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പാർട്ടികളിലൊക്കെ ഒരുപാട് പേര് ഇത് കഴിച്ചിട്ടുണ്ടാവും ഈ ഒരു ഗ്ലാസ് പുഡിങ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.